Good morning all. Myself Girish Kumar from ExamEdge. സോ നമ്മളിന്ന് എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങിലെ ഒരു വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ ആസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ദ കൺസെപ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ എന്താണ് റിലേഷൻഷിപ്പ്? ബന്ധങ്ങൾ. എത്ര തരത്തിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കോമൺ ആയിട്ട് അറിയാം. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് മെയിൻലി രണ്ട് ടൈപ്പാണ് വരുന്നത്. അതിലൊന്ന് ബ്ലഡ് റിലേഷൻ, രണ്ടാമത്തേതാണ് ഫാമിലി റിലേഷൻ. സോ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം വേർഡ് മീനിങ് എന്തായിരിക്കും? ബ്ലഡ് എന്ന് പറഞ്ഞാൽ രക്തം, റിലേഷൻ എന്ന് പറഞ്ഞാൽ ബന്ധം. സോ രക്തബന്ധം, അതാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ആരെല്ലാമാണ് അല്ലെങ്കിൽ ഹൂ ഓൾ വിൽ ബി അവർ ബ്ലഡ് റിലേറ്റീവ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ ഒരു ആദ്യമായിട്ടൊരു സംഗതി പഠിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ എന്താണ് ബ്ലഡ് റിലേഷൻ ഡിഫൈൻ ചെയ്യാവുന്നത്? ഒരു സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഓൾ ദോസ് സെറ്റ് ഓഫ് റിലേഷൻ ഓർ റിലേറ്റീവ്സ് വിച്ച് വി അക്വയർ ബൈ ബർത്ത്. മലയാളത്തിൽ പറഞ്ഞാൽ ജന്മന അല്ലെങ്കിൽ ജന്മം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ ബന്ധങ്ങളും ബന്ധുക്കളെയുമാണ് നമ്മൾ എന്താ പറയുക? ബ്ലഡ് റിലേഷൻ ഓർ ബ്ലഡ് റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന വേറൊരു ടേമാണ് ഫാമിലി റിലേഷൻ. സോ ബ്ലഡ് റിലേഷൻ രക്തബന്ധമാണെങ്കിൽ ഫാമിലി റിലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒബ്വിയസ്ലി എന്താണത്? കുടുംബബന്ധം. യെസ്. അപ്പോൾ എന്താണ് ഫാമിലി റിലേഷൻ? നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇപ്പോൾ ഫാമിലി റിലേഷൻ എന്ന് പറയുമ്പോൾ അതും ബ്ലഡ് റിലേഷനും രണ്ടും ഒന്നാണോ? ആർ ദീസ് ടു ടേംസ് വൺ ആൻഡ് ദ സെയിം ഓർ ആർ ദേ ടു ഡിഫറെൻറ്റ് ടേംസ്? ഡെഫിനറ്റ്ലി രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹൗ ഡു ദേ ഡിഫർ? സോ ഫാമിലി റിലേഷൻ ഡെഫിനേഷനാണ് ഓൾ ദോസ് സെറ്റ് ഓഫ് റിലേഷൻ വിച്ച് വി ഓൾ അക്വയർ ഓൺലി ആഫ്റ്റർ മാരേജ്. വിവാഹശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ബന്ധങ്ങൾ, ബന്ധുക്കൾ, അവരെയാണ് നമ്മൾ എന്താ പറയുക? ഫാമിലി റിലേറ്റീവ് ഓർ ഫാമിലി റിലേഷൻസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. സോ വി മൂവ് ഓൺ ടു ദ തേർഡ് സ്ലൈഡ്. യെസ്. So it's very clearly mentioned over here the difference between blood relation and family relation. So രക്തബന്ധം എന്ന് പറയുമ്പോൾ ആരെല്ലാം ആയിരിക്കും നമ്മുടെ ബ്ലഡ് റിലേറ്റീവ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ബൈ ബർത്ത് ജന്മന നമുക്ക് ലഭിക്കുന്ന ബന്ധങ്ങളാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിന് കാരണം പ്രധാനമായിട്ടും രണ്ട് പേരാണ്. ആരൊക്കെ ആയിരിക്കും? നമ്മളുടെ അച്ഛനും അമ്മയും. സോ പാരൻസ് വിൽ ബി അവർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബ്ലഡ് റിലേറ്റീവ്. സോ ആഫ്റ്റർ പാരൻസ് who will be your next immediate set of blood relative? നമ്മുടെ കൂടപ്പിറപ്പുകൾ. അവരെ നമ്മളെന്ത് പറയും? സിബ്ലിങ്സ് എന്ന് പറയും. സോ ഐദർ യുവർ ബ്രദർ ഓർ യുവർ സിസ്റ്റർ വിൽ ബി യുവർ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ബ്ലഡ് റിലേറ്റീവ്. നമുക്ക് നമ്മുടെ സിബ്ലിംഗ് ഉള്ള പോലെ നമ്മുടെ പാരൻസിനും ആരുണ്ടാവും? അവരുടെ കൂടപ്പിറപ്പുകളുണ്ടാവും, അവരുടെ സിബ്ലിംഗ് ഉണ്ടാവും. അവരെ നമ്മൾ കോമൺ ആയിട്ട് എന്ത് വിളിക്കുന്നു? ഐദർ അവർ അങ്കിൾ ഓർ ഓണ്ട്. കാരണം നമ്മൾ മലയാളം ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും പലതരത്തിലുള്ള ഇതിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വി പ്രിസൈസ്ലി ഫിക്സ് ടു ദ മീഡിയം ഓഫ് ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് ഐദർ ഇംഗ്ലീഷ്, ഐദർ അങ്കിൾ ഓർ ഓണ്ട്. ദെൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് റിലേഷൻ, നമുക്ക് നമ്മുടെ പാരൻസ് ഉള്ള പോലെ നമ്മുടെ പാരൻസിനും അവരുടെ പാരൻസ് ഉണ്ടാവും. ആൻഡ് വാട്ട് ആർ ദേ കോൾഡ്? വിത്ത് റെഫറൻസ് ടു യുവർ, നിങ്ങളുടെ പാരൻസിൻ്റെ പാരൻസ് ആയിരിക്കും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒന്ന് പോസ് ചെയ്യാണ്. കാരണം നമുക്ക് രണ്ട് പേർ ഗ്രാൻഡ് പാരൻസും രണ്ട് പേർ അങ്കിളും ഓണ്ടും വരും. എങ്ങനെയാണ് ഈ രണ്ട് പേർ വരുന്നത്? ഒന്ന് അച്ഛൻ്റെ വഴിക്കും ഒന്ന് അമ്മയുടെ വഴിക്കും. അപ്പോൾ അച്ഛൻ്റെ വഴിക്കുള്ള എല്ലാ സെറ്റ് ഓഫ് റിലേഷൻ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് PATERNAL. എന്താണ്? പെറ്റേണൽ റിലേഷൻ എന്ന് പറയും. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ്റെ വഴിക്കുള്ള എല്ലാ റിലേറ്റീവ്സിനും നമ്മൾ പെറ്റേണൽ എന്ന് പറയുന്നു. അതുപോലെ വേറൊരു ടേമാണ് MATERNAL. എന്താണ്? മെറ്റേണൽ. മെറ്റേണൽ എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഓൾ സെറ്റ് ഓഫ് റിലേഷൻ റിലേറ്റിംഗ് ഫ്രം യുവർ മദേഴ്സ് സൈഡ്. അമ്മയുടെ വഴിക്കുള്ള എല്ലാ ബന്ധങ്ങളും ബന്ധുക്കളെയും നമ്മൾ എന്ത് പറയും? മെറ്റേണൽ എന്ന് പറയും. സോ രണ്ട് പേർ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത് ഒന്ന് അച്ഛൻ്റെ വഴിക്കുള്ളതും ഒന്ന് അമ്മയുടെ വഴിക്കും. അപ്പോൾ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, പെറ്റേണൽ ഗ്രാൻഡ് മദർ. രണ്ട് അമ്മയുടെ വഴിക്കുള്ളതാണെങ്കിലോ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആൻഡ് മെറ്റേണൽ ഗ്രാൻഡ് മദർ. അതുപോലെയാണ് അങ്കിളും ഓണ്ടും. പെറ്റേണൽ അങ്കിൾ, പെറ്റേണൽ ഓണ്ട്. സിമിലർലി വെൻ ഇറ്റ് കംസ് ടു യുവർ മദേഴ്സ് സൈഡ്, മെറ്റേണൽ അങ്കിൾ ആൻഡ് മെറ്റേണൽ ഓണ്ട്. അമ്മയുടെ സഹോദരൻ, അമ്മയുടെ സഹോദരി. നൗ മൂന്ന് ടേംസ് വളരെ കൺഫ്യൂസിങ് ആണ് ഈ പറയുന്ന ബ്ലഡ് റിലേഷനിലും ഫാമിലി റിലേഷനിലും. വേറൊന്നുമല്ല, കസൻ, COUSIN, കസൻ,
NEPHEW, നെവ്യൂ, ആൻഡ് NIECE, നീസ്. ആരാണ് കസിൻ, ആരാണ് നെവ്യൂ, ആരാണ് നീസ്? ഇത് മൂന്നും ഒരേ ആൾക്കാർ തന്നെയാണോ? മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണോ? ഡെഫിനറ്റ്ലി യെസ്. ഇപ്പം എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഒരു കസിൻ ഉണ്ടെന്ന് വിചാരിക്കുക, അത് ആൺകുട്ടിയാണ്. ഹൗ വുഡ് യു ഇൻട്രൊഡ്യൂസ് യുവർ കസിൻ ടു എ തേർഡ് പേഴ്സൺ ഇഫ് യുവർ കസിൻ ഈസ് എ ബോയ്? നിങ്ങളുടെ കസിൻ ഒരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ കസിനെ നിങ്ങൾ എങ്ങനെ മൂന്നാമതൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും? അതെൻ്റെ കസിൻ ബ്രദർ ആണെന്ന് പറയോ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അതെൻ്റെ കസിൻ സിസ്റ്റർ ആണെന്ന് പറയോ? എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? കസിൻ ബ്രദർ ഓർ കസിൻ സിസ്റ്റർ? സോറി ടു സേ, ദ യൂസേജ് ഈസ് എൻറ്റയർലി റോങ്. എന്തുകൊണ്ട് ഞാൻ അത് തെറ്റാണെന്ന് പറയാൻ കാരണം, കസിൻ എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ നമ്മളൊരു ജെൻഡർ ഡിഫറൻസ്, ഒരു സെക്സ്വൽ ഡിഫറൻസ് വരുത്തുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കസിൻ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എന്ത് മാത്രം പറഞ്ഞാൽ മതി, യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ കസിൻ ആസ് ഹി ഓർ ഷീ ഈസ് മൈ കസിൻ. നെവർ ആഡ് ഓൺ ദ സഫിക്സ് ബ്രദർ ഓർ സിസ്റ്റർ. അത് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസിൻ്റെ ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ, സൺ ഓർ ഡോട്ടർ. ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, എന്താണ്? സൺ ഓർ ഡോട്ടർ ഓഫ് യുവർ അങ്കിൾ ഓർ ഓണ്ട്. അപ്പോൾ അങ്കിളും ഓണ്ടും ആരാണ്? നമ്മുടെ പാരൻസിൻ്റെ സിബ്ലിങ്സ് ആണ്, നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടപ്പിറപ്പുകളാണ്. അപ്പോൾ ഓൾറെഡി അവരെന്താണ്? നമ്മളുടെ ഒരു എൽഡർലി പൊസിഷനാണ്. അപ്പോൾ അവരുടെ മക്കൾ സ്വാഭാവികമായിട്ട് നമ്മളെ ചേട്ടനാവാം, ചേച്ചിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമപ്രായക്കാരായിരിക്കും, അല്ലെങ്കിൽ വിൽ ബി യങ്ങർ ടു യു. എങ്കിലും അവരെ നമ്മൾ എന്ത് മാത്രം പറഞ്ഞാൽ മതി, അതെൻ്റെ കസിൻ മാത്രമാണ്. നെവർ എവർ ആഡ് ഓൺ ദ ടേം കസിൻ ബ്രദർ ഓർ കസിൻ സിസ്റ്റർ. യാ, it's clear, I think. Now we move on to the next term, nephew. NEPHEW, nephew. ആരാണ് nephew ആൻഡ് ആരാണ് niece? അവിടെ നമ്മളൊരു ജെൻഡർ ഡിഫറൻസിയേഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നുണ്ട്. nephew എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തം സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകനായിരിക്കും. എന്ന് വെച്ചാൽ യുവർ ഓൺ സിബ്ലിങ്സ് സൺ വിൽ ബി യുവർ nephew. മലയാളം വേർഡ് മീനിങ്, നെവ്യൂവിൻ്റെ മീനിങ് എന്താണ്? അനന്തരവൻ എന്ന് നമ്മൾ പറയും. നീസ് വിൽ ബി അനന്തരവൾ. അപ്പോൾ നീസ് ആരായിരിക്കും? യുവർ സിബ്ലിങ്സ് ഡോട്ടർ വിൽ ബി യുവർ നീസ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ പെൺകുട്ടിയാണ് നിങ്ങളുടെ നീസ്. അപ്പോൾ എന്താണ് ഡിഫറൻസ്? കസിൻ്റെ കാര്യത്തിൽ എന്തില്ല? വി ഡോണ്ട് മേക്ക് എനി ജെൻഡർ ഡിഫറൻസിയേഷൻ ആസ് എ മെയിൽ ഓർ എ ഫീമെയിൽ. വെയർ ആസ് നെവ്യൂ വിൽ ബി ഡെഫിനറ്റ്ലി എ ബോയ് ചൈൽഡ് ഓർ എ മെയിൽ ചൈൽഡ്. നീസ് വുഡ് ബി ഡെഫിനറ്റ്ലി എ ഗേൾ ചൈൽഡ് ഓർ ഇറ്റ്സ് എ ഫീമെയിൽ ചൈൽഡ്. സോ ഇത്രയും ആണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ ബ്ലഡ് റിലേഷൻ? Parents, definitely. First and foremost, blood relative will be your parents, your siblings, your uncle, aunt, parents and siblings. Then definitely parents and parents, that is your grandparents. അത് രണ്ട് രീതിയിൽ വരാം, പെറ്റേണലും മെറ്റേണലും. പിന്നെ കസിൻ എന്ന് പറയുന്ന ആരാണ്? നിങ്ങളുടെ അങ്കിളിൻ്റെയോ ഓണ്ടിൻ്റെയോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കസിൻ എന്ന് മാത്രമേ പറയുള്ളൂ. ദെൻ യുവർ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ചിൽഡ്രൻ വിൽ ബി, ആൺകുട്ടിയാണെങ്കിൽ നെവ്യൂ, പെൺകുട്ടിയാണെങ്കിൽ നീസ്. ഇത്രയുമാണ് നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് എങ്ങനെ കിട്ടുന്നു? ജന്മനാ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ബ്ലഡ് റിലേഷനെ പറയുന്ന സിംഗിൾ ഡെഫിനേഷനാണ് ഡയറക്റ്റ് റിലേഷൻ. നൗ വി മൂവ് ഓൺ ടു ഫാമിലി റിലേഷൻ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറയാൻ പോകുന്നത്. ഫാമിലി റിലേഷൻ ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞത് ഇൻഡയറക്റ്റ് റിലേഷൻ ആണ്. എന്തുകൊണ്ട് ഫാമിലി റിലേഷൻ ഇൻഡയറക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ഓൾ ദോസ് സെറ്റ് ഓഫ് റിലേഷൻ വിച്ച് വി ഓൾ അക്വയർ ആഫ്റ്റർ മാരേജ്. എന്ന് വെച്ചാൽ ജന്മനാ ലഭിക്കാത്തതും ഒരു നിയമപരമായി വിവാഹം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ ബന്ധുക്കൾ, അവരെയാണ് നമ്മൾ എന്താ പറയുക? ഫാമിലി റിലേറ്റീവ് ഓർ ഫാമിലി റിലേഷൻ എന്ന് പറയുന്നത്. സോ ഹൂ വിൽ ബി യുവർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫാമിലി റിലേറ്റീവ്? ഇറ്റ്സ് നൺ അതർ ദാൻ യുവർ SPOUSE, യുവർ സ്പൗസ് എന്ന് പറയും. ടെക്നിക്കലി സ്പൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ. പക്ഷേ ഐ ഡോണ്ട് ലൈക്ക് ടു യൂസ് ദ ടേം പാർട്ട്ണർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേമസ് ഡേറ്റ് നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ദാറ്റ് ഈസ് 1 ജാനുവരി 2018, 2018 ജനുവരി 1. എന്താണ് ആ ഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണറബിൾ സുപ്രീം കോർട്ട് മെയ്ഡ് എ വാലിഡ് ജഡ്ജ്മെൻറ്റ് ദാറ്റ് ഫ്രം ദിസ് ഡേറ്റ് ഓൺവേർഡ്സ് എനി കൈൻഡ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ എനി ടു പീപ്പിൾ വിൽ ബി കൺസിഡേർഡ് ആസ് എ ലീഗൽ റിലേഷൻ. എന്താണ് ആ സുപ്രധാന വിധിയുടെ എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ എന്ന് വെച്ചാൽ 2018 ജനുവരി 1 മുൻപ് വരെ ഇന്ത്യയിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ലീഗൽ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ അതൊരു ബൈസെക്ഷൽ റിലേഷൻ മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പുരുഷനും സ്ത്രീക്കും മാത്രമേ എന്തായുള്ളൂ?
ഒരു ലീഗൽ മാരീഡ് റിലേഷൻ. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. എങ്കിലും ഈ 2018 ജനുവരി 1 വന്ന വിധിക്ക് ശേഷം ദ കൺസെപ്റ്റ് ഓഫ് ലിവിങ് ടുഗദർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഗേ ആൻഡ് ലെസ്ബിയനിസം ഹാസ് ബീൻ മെയ്ഡ് ലീഗൽ. എന്താണ് ഗേ, എന്താണ് ലെസ്ബിയൻസ്? ഗേ എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ഒരു റിലേഷൻ, അത് സെക്ഷൽ ആവാം അല്ലാതെയാവാം. അപ്പോൾ അവർക്കും ലിവിങ് ടുഗദർ റിലേഷൻ ആവാം. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ളൊരു സെക്ഷൽ റിലേഷനോ അല്ലെങ്കിലുള്ള നോർമൽ റിലേഷനോ ഫ്രണ്ട്ഷിപ്പ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതും എന്താണ്, ഒരു ലെസ്ബിയൻ റിലേഷൻ. ഇതെല്ലാം 2018 ജനുവരി 1 മുൻപ് വരെ ഇന്ത്യയിൽ ഇറ്റ് വാസ് കൺസിഡർഡ് ബി ആൻ ഇല്ലീഗൽ റിലേഷൻ. അതെല്ലാം മാറ്റിക്കൊണ്ട് ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ലീഗൽ ഫ്രം 1 January 2018. സോ നൗ ഇപ്പോൾ നമ്മളൊരു ലിവിങ് ടുഗദർ റിലേഷൻ എന്ന് പറയുമ്പോൾ അത് ഡെഫിനറ്റ്ലി ബൈസെക്ഷൽ ആവണമെന്നില്ല, ഹോമോസെക്ഷലും ആവാം. ഐ മീൻ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും തമ്മിലാവാം. പക്ഷേ ഒരു മാരീഡ് റിലേഷൻ മുഖേന മാത്രമേ എന്താവുകയുള്ളൂ, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെ നമ്മൾ എന്ത് പറയുള്ളൂ, ഹസ്ബൻഡും വൈഫ് എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമെങ്കിലും ടു ബി വെരി പ്രിസൈസ് ദേ വിൽ ബി ഐദർ യുവർ ഹസ്ബൻഡ് ഓർ വൈഫ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ലീഗൽ മാരേജ്. സോ അതാണ് നമ്മുടെ സ്പൗസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഫാമിലി റിലേറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ പാരൻസ് എന്നതുപോലെ നമ്മുടെ സ്പൗസിൻ്റെ പാരൻസ് ഉണ്ടാവും. അവരെ നമ്മൾ എന്ത് വിളിക്കും, ഇൻലോസ് എന്ന് പറയും. സോ സ്പൗസിൻ്റെ അച്ഛനെ വിളിക്കുന്നു ഫാദർ ഇൻ ലോ, അമ്മയെ വിളിക്കുന്നു മദർ ഇൻ ലോ. നമുക്ക് നമ്മുടെ സിബ്ലിംഗ് ഉണ്ട്, നമ്മുടെ ബ്രദറും സിസ്റ്ററും ഉള്ള പോലെ സ്പൗസിനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്കും ബ്രദറോ സിസ്റ്ററോ ഉണ്ടാവും. അവരും നമ്മുടെ ഇൻലോസ് ആണ്. സോ ഇറ്റ്സ് ബ്രദർ ഇൻ ലോ ആൻഡ് സിസ്റ്റർ ഇൻ ലോ. ദെൻ ജസ്റ്റ് ലൈക്ക് വി ഹാവ് അവർ അങ്കിൾ ആൻഡ് ഓൺ, നമ്മുടെ സ്പൗസിനും അങ്കിളും ഓണ്ടുണ്ടാവും. അവരും നമ്മുടെ എന്താണ്, സ്പൗസിൻ്റെ അങ്കിളും ഓണ്ടും. അൾട്ടിമേറ്റ്ലി ദേ വിൽ ബി യുവർ അങ്കിൾ ആൻഡ് ഓൺ ആഫ്റ്റർ മാരേജ്. അവരുടെ കുട്ടികൾ ആരുടെ, സ്പൗസിൻ്റെ പാരൻസിൻ്റെ സിബ്ലിംഗ്, ദാറ്റ് ഈസ് സ്പൗസ്, അങ്കിൾ ആൻഡ് ഓൺ, അവരുടെ ചിൽഡ്രൻ ദേ വിൽ ബി യുവർ കസിൻസ്. ദെൻ ബ്രദർ ഇൻ ലോ സിസ്റ്റർ ലോൻ്റെ കുട്ടികൾ മെയിൽ ആണെങ്കിൽ നെവ്യൂ, ഫീമെയിൽ ആണെങ്കിൽ നീസ്. ദെൻ അഫ്കോഴ്സ് ഒരു കാര്യം വിട്ടു, സ്പൗസിൻ്റെ ഗ്രാൻഡ് പാരൻസ്. ദെൻ ഈ സെറ്റ് ഓഫ് റിലേഷൻ ഏതെല്ലാം, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, നിങ്ങളുടെ പാരൻസ്, സ്പൗസിൻ്റെ പാരൻസ്, uncle, aunt, grandparents, cousins, nephew, niece, these are all added on to your life only after what? Only after your marriage. അതാണ് ഫാമിലി റിലേഷൻ്റെ ബേസിക് ഡെഫിനേഷൻ പറയുന്നത്. All those set of relation which we acquire only after a legal marriage. Why did I stress the term legal marriage? Even though living together and all these things have been made legal, പക്ഷേ നമ്മുടെ സമൂഹം രണ്ട് വ്യക്തികളെ ഭാര്യ ഭർത്താവ് എന്ന് അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം, സ്ത്രീയുടെ കഴുത്തിൽ ഒരു താലി വേണം, ഇല്ലെങ്കിൽ അതിനെ വേറൊരു പേര് വിളിക്കും. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്, വി ഓൾ നോ ദാറ്റ്. സോ ലീഗൽ മാരേജ് ഇസ് ദ പ്രൈമറി കൺസിഡറേഷൻ ടു ഹാവ് എ ഫാമിലി റിലേഷൻ. സോ ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ഫാമിലി റിലേഷൻ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. നൗ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനൊരു ഫാമിലി ട്രീയുടെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഐ തിങ്ക് ദാറ്റ് വുഡ് മേക്ക് യു മോർ ക്ലിയർ വിത്ത് ദ കൺസെപ്റ്റ്. സോ ഇവിടെ ഓൺ ടോപ്പ് വി ഹാവ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ദ വെരി ഫസ്റ്റ് ഒരു ഹൈറാർക്കിയൽ ഓർഡറാണ്. എന്താണ് ഒരു ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ, അറേഞ്ചിങ് തിങ്സ് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം ഓർ ഫ്രം ബോട്ടം ടു ദ ടോപ്പ്, അതാണ് ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. സോ ഒരു ഫാമിലി ട്രീയിലെ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എപ്പോഴും ഫാമിലിയിലെ എൽഡസ്റ്റ് മെമ്പേഴ്സ് ആയിരിക്കും, ഏറ്റവും പ്രായം കൂടിയവർ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും പ്രായം കൂടിയവർ ജീവിച്ചിരിപ്പുണ്ടാവാം, ഇല്ലാതിരിക്കാം. എപ്പോഴും നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും അറ്റ് ദ ടോപ്പ് മോസ്റ്റ് ലെവൽ. അതിന് താഴെ നമ്മളുടെ പാരൻസ്, അതിന് താഴെ ഇപ്പോൾ ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഫാദർ, മദർ, അതിന് താഴെ മീ, ബ്രദർ, സിസ്റ്റർ. ദെൻ പാരൻസിൻ്റെ സൈഡിലായിട്ട് അവരുടെ സിബ്ലിങ്സ്, അങ്കിൾ ആൻഡ് ഓൺ, ദാറ്റ് ഈസ് യുവർ പാരൻസ് സിബ്ലിങ്സ്, അവരുടെ കുട്ടികൾ, കസിൻസ്. സോ ഇതൊരു ഫാമിലി ട്രീ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ബ്ലഡ് റിലേഷൻ ട്രീ ആണ്. കാരണം ഈ പറയുന്ന സെറ്റ് ഓഫ് റിലേഷൻ എല്ലാം നമുക്ക് ബൈ ബർത്ത് അക്വയർ ചെയ്യുന്നതാണ്. സോ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ട്രീ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കണ്ടത്. നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് വിച്ച് ഈസ് സം ബേസിക് അസംഷൻസ്. എന്താണ് അസംഷൻ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ പറഞ്ഞാൽ ഊഹം. സോ ബ്ലഡ് റിലേഷനിലും ഫാമിലി റിലേഷനിലും വരുന്ന നാല് ബേസിക് അസംഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ അസംഷൻ, വി ഡീൽ വിത്ത് ഓൺലി ആൻഡ് ഓൺലി 2 കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. എന്താണ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ? വിഭാഗം. 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുള്ളൂ. ഏതായിരിക്കും ഈ 2 കാറ്റഗറി? ഒന്ന് എക്സ്ക്ലൂസീവ്ലി മെയിൽ ആൻഡ് സെക്കൻഡ് വൺ എക്സ്ക്ലൂസീവ്ലി ഫീമെയിൽ. ഡസ് ദാറ്റ് മീൻ വി ഹാവ് എ തേർഡ് കാറ്റഗറി? Definitely yes, that is the transgender community. Unfortunately, we are not getting into that
തേർഡ് കാറ്റഗറി. സോ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പുരുഷന്മാരും 2 സ്ത്രീകളും മാത്രം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് അസംഷൻ, ഇപ്പോൾ അതിന് പ്രസക്തിയില്ല, കാരണം ഇല്ലിസിറ്റ് റിലേഷൻ ഇൻവോൾവ്. എന്താണ് ഇല്ലിസിറ്റ് റിലേഷൻ എന്ന് പറഞ്ഞ അർത്ഥം? പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവിഹിത ബന്ധം. സോ എങ്ങനെയാണ് ഒരു റിലേഷൻ ലീഗലാവുന്നത്, അല്ലെങ്കിൽ ഒരു സിനോണിം ഫോർ ഇല്ലിസിറ്റ് റിലേഷൻ ആണ് ഇല്ലീഗൽ റിലേഷൻ. ഹൗ ഡസ് എ റിലേഷൻ ബിക്കം ലീഗൽ ആൻഡ് ഹൗ ഡസ് ഇറ്റ് ബിക്കം ഇല്ലീഗൽ? ബൈ വെർച്യൂ ഓഫ് മാരേജ് എനി റിലേഷൻ വിൽ ബി ടേംഡ് ആസ് എ ലീഗൽ റിലേഷൻ. എങ്ങനെയാണ് ഇത് ഇല്ലീഗലാവുക? ഈ പറയുന്ന 2 പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരാൾക്ക് മൂന്നാമതൊരാളായിട്ടൊരു റിലേഷൻ വിത്ത് ഓർ വിത്തൗട്ട് ദ നോയിങ് ഓഫ് ദ സെക്കൻഡ് പാർട്ട്ണർ, അതിനെ നമ്മൾ എന്ത് പറയും? ഒരു ഇല്ലീഗൽ റിലേഷൻ എന്ന് പറയും. സേ ഫോർ എക്സാമ്പിൾ, എ ആൻഡ് ബി ഒരു ലീഗലി മാരീഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊരു കുട്ടിയുണ്ട് സി. ഒരു സുപ്രഭാതത്തിൽ ഒരു തേർഡ് പേഴ്സൺ ഡി വന്നിട്ട് പറയാണ് സി എൻ്റെ കുട്ടിയാണ്, പ്രൊവൈഡഡ് ഡി ഹാഡ് എ DNA സർട്ടിഫിക്കറ്റ് വിത്ത് ഹിം ഓർ ഹെർ. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒന്നുകിൽ എക്ക് ഡിയുമായിട്ടൊരു ഇല്ലീഗൽ റിലേഷൻ വിത്ത് ഓർ വിത്തൗട്ട് ദ നോളജ് ഓഫ് ബി, ഓർ അതർവൈസ് ബി ഹാഡ് ആൻ ഇല്ലീഗൽ റിലേഷൻ വിത്ത് ഡി. അങ്ങനെ മാത്രമേ ആരുടെ കുട്ടിയാവുള്ളൂ? സി ഡിയുടെ കുട്ടിയാവുള്ളൂ. സോറി. സോ നമ്മളുടെ അസംഷൻ എന്താണ്? ഇങ്ങനെയുള്ള റിലേഷൻസ് ഒന്നും ബ്ലഡ് റിലേഷനിൽ ഉണ്ടാവില്ല എന്നാണ് രണ്ടാമത്തെ അസംഷൻ. ദ തേർഡ് അസംഷൻ, കണ്ടിന്യൂഷൻ ഓഫ് ദ സെക്കൻഡ് അസംഷൻ എന്താണ്? ഓൺലി വൺ സ്പൗസ് അറ്റ് എ ടൈം. എന്താണ് ഓൺലി വൺ സ്പൗസ് അറ്റ് എ ടൈം? ലീഗലി യു ക്യാൻ ഹാവ് ഓൺലി വൺ പാർട്ട്ണർ വെൻ യുവർ പാർട്ട്ണർ ഈസ് അലൈവ്. നിങ്ങൾ ഒരു വിവാഹം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറെ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആർ നോട്ട് അലൗഡ്. അത് അസംഷൻ മാത്രമാണ്. പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടാവാതിരിക്കാം. ഐ എം നോട്ട് ദ പേഴ്സൺ ടു കമൻറ്റ് ഓൺ ദറ്റ്. So be singular and not plural. Finally, the fourth and final assumption, we come across some special cases unless and until it is specifically mentioned in the question. ചില സ്പെഷ്യൽ കേസസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വിഡോ, അവരുടെ സെക്കൻഡ് മാരേജ് ആൻഡ് ഡിവോഴ്സ് കേസസ് ആൻഡ് സെക്കൻഡ് മാരേജ് ആഫ്റ്റർ ഡിവോഴ്സ്. ഇത് സ്പെഷ്യൽ കേസായിട്ട് പറയാൻ കാരണം സാധാരണഗതിയിൽ ഇതൊരു ലീഗൽ പോസിബിലിറ്റി ആയിട്ട് വരില്ല. സോ ഇത് പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രം ഇത് കൺസിഡർ ചെയ്താൽ മതി. നൗ ബ്ലഡ് റിലേഷൻ ആൻഡ് ഫാമിലി റിലേഷൻ ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ചെയ്തിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അറിയാം ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി 10% ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. സോ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് വി യൂസ് സം സിംബോളിക് മെത്തേഡ് ഓർ നൊട്ടേഷൻസ് ടു മേക്ക് ഇറ്റ് സിമ്പിൾ. സോ 6 സിമ്പിളാണ് നമ്മളിവിടെ ഈ പറയുന്ന PPT നിങ്ങൾക്ക് കാണാൻ പറ്റും. സിംഗിൾ ഇൻവെർട്ടഡ് കോമ, ദ സിംബൽ സ്ക്വയർ, ദ സിംബൽ സർക്കിൾ, ഡബിൾ പോയിന്റഡ് ആരോ വിത്ത് ആൻഡ് the second symbol, next one, double arrow with a single line in between, and finally the downward pointed arrow. ഈ ഓരോ സിമ്പിളിൻ്റെയും എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ അസംഷൻ പറഞ്ഞെന്താണ്? നമ്മൾ 2 കാറ്റഗറിയിലുള്ള ആളുകളെ ഡീൽ ചെയ്യുന്നതാണ്, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും. സോ ഇവിടെ ഇപ്പോൾ 2 പേരെ തന്നിരിക്കുകയാണ്, എയും ബിയും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ ജെൻഡർ അല്ലെങ്കിൽ ഇവരുടെ സെക്സ് എന്താണെന്ന് വ്യക്തമായി പറയാത്തിടത്തോളം കാലം നമ്മൾ ആ വ്യക്തികളെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ബൈ സിംഗിൾ ഇൻവെർട്ടഡ് കോമ. സോ ഒരാളുടെ ജെൻഡർ പറഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് വ്യക്തമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി റെപ്രസെൻ്റ് ദം വിത്തിൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമ. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ ക്ലിയർ ആവും. നൗ ദ സെക്കൻഡ് സിംബൽ ഈസ് ദാറ്റ് ഓഫ് എ സ്ക്വയർ. സോ ഒരാളുടെ ജെൻഡർ പറയാണ്, ഇഫ് എ ഈസ് എ മെയിൽ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ് അതിനർത്ഥം? വി റെപ്രസെൻറ്റ് എൻറ്റയർ കാറ്റഗറി ഓഫ് മെയിൽ ബൈ ദ സിംബൽ സ്ക്വയർ. നൗ തേർഡ് സിംബൽ ദാറ്റ് ഈസ് ഓഫ് എ സർക്കിൾ. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ പേഴ്സൺ ബി ഈസ് എ ഫീമെയിൽ, ബി എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീയാണ്, ഒരു ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എൻറ്റയർ കാറ്റഗറി ഓഫ് ഫീമെയിൽ വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ ദ സിംബൽ എ സർക്കിൾ. Now the fourth symbol, 2 പേര് എയും ബിയും, സെപ്പറേഷൻ ബൈ ഡബിൾ പോയിന്റഡ് ആരോ. എ വിത്തിൻ എ സ്ക്വയർ, ബി വിത്തിൻ എ സർക്കിൾ. എയിനെയും ബിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഡബിൾ ആരോ ആണ്, വിച്ച് മീൻസ് ദേ ആർ എ ലീഗലി മാരീഡ് കപ്പിൾ എന്ന് പറയാം. എ ഇസ് ദ ഹസ്ബൻഡ് ഓഫ് ബി, തിരിച്ചെന്ന് പറയാം ബി ഇസ് ദ വൈഫ് ഓഫ് എ. Now the next symbol, double pointed arrow with one single line in between.
This symbol is used to represent all those siblings. എന്താണ് സിബ്ലിംഗ്? കൂടപ്പിറപ്പുകൾ. സോ സിബ്ലിങ്സിന്റെ കേസിൽ നമുക്ക് 4 സ്പെസിഫിക് കേസാണ് വരിക. ഒന്ന്, ഇപ്പൊ രണ്ടുപേരുടെയും ജെൻഡർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ടുപേരും മെയിൽ ആണെങ്കിൽ എന്ത് പറയാം? A and B are 2 brothers. അല്ലെങ്കിൽ എന്ത് പറയാം? A and B are 2 sisters. ഇനി A ഒരു സ്ക്വയറിലും B ഒരു സർക്കിളിലുമാണ് തന്നിരിക്കുന്നത്, എന്ത് പറയാം? A is the brother of B, അല്ലെങ്കിൽ തിരിച്ചെന്ന് പറയാം B is the sister of A. ഇതാണ് ഏത് റിലേഷൻ? ഡബിൾ ആരോ വിത്ത് 1 single line denoting all sibling relation. And finally the downward pointed arrow. എന്തുകൊണ്ടാണ് ഈ ഡൗൺവേർഡ് പോയിന്റഡ് ആരോ യൂസ് ചെയ്യുന്നത്? 2 റിലേഷൻ അവിടെ വരാം. ഒന്നുകിൽ ഒരു പാരന്റും ചൈൽഡും വരാം, അല്ലെങ്കിൽ ഒരു അങ്കിളോ നെവിയോ ഓൺടോ നീസോ എന്ത് വേണമെങ്കിലും വരാം. ഡിപ്പെൻഡിങ് ഓൺ സേ എ ഓൺ ടോപ്പ്, ഡൗൺവേർഡ് ആരോ ബി വിത്തിൻ സർക്കിൾ. അപ്പോൾ അതിനർത്ഥം എന്താണ്? എ ക്യാൻ ബി ഐദർ ദ പാരന്റ് ഓഫ് ബി ഓർ ബി ക്യാൻ ബി ദ ഡോട്ടർ ഓഫ് എ. വേറൊരു റിലേഷൻ ഉണ്ടാവാം, എ ക്യാൻ ബി ദ അങ്കിൾ ഓഫ് ബി ഓർ ബി ക്യാൻ ബി ദ നീസ് ഓഫ് എ. ഇതാണ്. അപ്പോൾ പ്രിസൈസ്ലി എന്ന് പറയാം, ഒരു എൽഡർ ആൻഡ് യങ്ങർ റിലേഷൻ ക്യാൻ ബി ഡിനോട്ടഡ് ബൈ ദ ഡൗൺവേർഡ് പോയിന്റഡ് ആരോ. ഇത്രയുമാണ് ഇതിൻ്റെ തിയറി പാർട്ട് വരുന്നത്. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ ഈസ് മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ റിലേറ്റഡ് ടു മീ? എന്താണ് ചോദ്യം? മനസ്സിലാവില്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൗ ഈസ് മൈ ഫാദേഴ്സ്, എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ ഞാനുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലവർക്ക് ചോദ്യം വായിച്ചാൽ തന്നെ അപ്പം തന്നെ ആൻസർ കിട്ടിയെന്ന് വരും. അല്ലാത്തവർക്ക് നമ്മളിത് സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. സോ ലെറ്റ് us ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ഹൗ ഈസ് മൈ ഫാദേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എൻ്റെ ജെൻഡർ, സോ ലെറ്റ് us represent, I mean by the letter M denotes me. മൈ ഫാദർ എന്ന് പറയുമ്പോൾ ഹൈറാർക്കിലി എങ്ങനെയാണ്? ഫാദർ മെയിൽ ആയതുകൊണ്ട് റെപ്രസെൻറ്റിങ് വിത്തിൻ എ സ്ക്വയർ, എൻ്റെ ജെൻഡർ അറിയാത്തതുകൊണ്ട് വിത്തിൻ സിംഗിൾ ഇൻവേർട്ടഡ് കോമ. മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ, ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ ഡി ഇൻ എ ഡോട്ടർ, സോ അത് സർക്കിളാണ്. അപ്പം ഞാനും എൻ്റെ അച്ഛൻ്റെ ഡോട്ടറും, അപ്പോൾ എന്താണ്? ഞങ്ങൾ തമ്മിൽ എന്ത് റിലേഷനാണ്? സിബ്ലിംഗ് റിലേഷനാണ്. സിബ്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കൂടപ്പിറപ്പാണ്. അപ്പോൾ മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ റിലേറ്റഡ് ടു മീ. അപ്പോൾ മൈ ഫാദേഴ്സ് ഓൺലി ഡോട്ടർ റിലേറ്റഡ് ടു മീ ആരായിരിക്കും? എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ എൻ്റെ ആരായിരിക്കും? എൻ്റെ പെങ്ങൾ. സോ ഇറ്റ്സ് മൈ സിസ്റ്റർ. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഇറ്റ്സ് ഓപ്ഷൻ ബി. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് സിസ്റ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സംശയമില്ലല്ലോ. So we move on to the next question. How is my mother's brother related to me? അപ്പോൾ നമുക്ക് ഇത് സിംബോളിക്കലി ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ചെയ്യാം. എൻ്റെ അമ്മയുടെ സഹോദരൻ ഞാനുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? നേരത്തെ തിയറി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമുക്ക് 2 പേർ എന്നുണ്ടാവും, ഗ്രാൻഡ് പാരൻസും അങ്കിളും ആണ്ടും ഉണ്ടാവും. സോ ഇത് ചോദിച്ചിരിക്കുന്നത് അമ്മയുടെ സൈഡിൽ നിന്നുള്ള റിലേഷനാണ്. സോ യുവർ മദേഴ്സ് ബ്രദർ റിലേറ്റഡ് ടു മീ. സോ യുവർ മദേഴ്സ് ബ്രദർ വിൽ ബി വാട്ട്? അങ്കിളാണ്. അപ്പോൾ എന്ത് അങ്കിളാണ്? സ്പെസിഫിക്കലി എന്തായിരിക്കും? മെറ്റേണൽ ആണോ പെറ്റേണൽ ആണോ? എന്താണ് മെറ്റേണൽ, എന്താണ് പെറ്റേണൽ? ഓൾ റിലേഷൻ പെർട്ടൈനിങ് ടു യുവർ മദേഴ്സ് സൈഡ് വിൽ ബി യുവർ വാട്ട് റിലേഷൻ, വാട്ട് റിലേറ്റീവ്. സോ ഇറ്റ്സ് അഗെയിൻ ഓപ്ഷൻ വാട്ട്, എ ആണോ ബി ആണോ? സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ഇറ്റ്സ് യുവർ മെറ്റേണൽ അങ്കിൾ. യാ. Moving on to the third, how is my father's wife's mother-in-law related to me? So the relation എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ മദർ-ഇൻ-ലോ എനിക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ റിലേഷൻ ഈസ് ഫ്രം യുവർ ഫാദേഴ്സ് സൈഡ്. സോ യുവർ ഫാദേഴ്സ് വൈഫ് എന്ന് പറയുന്ന ആരാണ്? ഇറ്റ് വിൽ ബി യുവർ മദർ. നിങ്ങളുടെ അമ്മയുടെ മദർ-ഇൻ-ലോ നിങ്ങൾക്ക് ആരാണ്? സോ മദേഴ്സ് മദർ-ഇൻ-ലോ എന്ന് പറയുമ്പോൾ ആരാണ്? ആരുമല്ല, മറ്റാരുമല്ല. ആരാണ്? യുവർ ഫാദേഴ്സ് മദർ. സോ യുവർ ഫാദേഴ്സ് മദർ വിൽ ബി യുവർ വാട്ട്? ഇറ്റ്സ് ഓപ്ഷൻ എ, യുവർ മെറ്റേണൽ ഗ്രാൻഡ് മദർ. സോറി, ഫാദേഴ്സ് സൈഡാണ്. സോ ഇറ്റ്സ് മെറ്റേണൽ അല്ല, പെറ്റേണൽ ഗ്രാൻഡ് മദർ. സോ ഇറ്റ്സ് ഓപ്ഷൻ ബി. സോ വിൽ ഗോ വിത്ത് ഓപ്ഷൻ ബി, യുവർ പെറ്റേണൽ ഗ്രാൻഡ് മദർ. Now we move on to the next question. I mean the last, fourth question. How is my wife's brother's father related to me?
സോ മൈ ബ്രദേഴ്സ് ഫാദർ എന്ന് പറയുമ്പോൾ ആരാണ്? മൈ ബ്രദേഴ്സ് ഫാദർ. മൈ വൈഫ്സ് ബ്രദർ, വൈഫിൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ ആരാ അത്? വൈഫ്സ് ബ്രദർ. മൈ ബ്രദർ ഇൻ ലോ. മൈ ബ്രദർ ഇൻ ലോസ് ഫാദർ എന്ന് പറയുന്നതും വൈഫിൻ്റെ ഫാദറും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ വൈഫിൻ്റെ ഫാദർ ആരാണ്? ഹി വിൽ ബി യുവർ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. സോ ഇറ്റ്സ് ദ നെക്സ്റ്റ് ഓപ്ഷൻ സി, ഫാദർ ഇൻ ലോ. So it's option C, father-in-law is the right answer. So we move on to the next question, last question on this slide. It's question 5. A said to B, I am the only son of my parents. ആ സെൻറ്റൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എ ബിയോട് പറയാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകനാണ്. ഒരേ ഒരു മകൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറയുന്നത്? ബട്ട് ദാറ്റ് ഗേൾ, പക്ഷെ ആ പെൺകുട്ടി ഈസ് മൈ ഓൺസ്, എൻ്റെ ഓണ്ടിൻ്റെ സിസ്റ്റേഴ്സ് ഓൺലി ഡോട്ടർ. അപ്പോൾ ഓണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ്റെ വഴിക്കാവാം, അമ്മയുടെ വഴിക്കാവാം, പെറ്റാണല്ലോ ഉണ്ടാവാം, മെറ്റാണല്ലോ ഉണ്ടാവാം. എൻ്റെ ഓണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ ഒരേ ഒരു മകൾ. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി എൻ്റെ ആരാണ്? സോ എന്താണ് ചോദ്യം? ഐ ആം ദ ഓൺലി സൺ ഓഫ് മൈ പാരൻസ്. സോ മീ ആൻഡ് ഞാൻ വേറെ പെൺകുട്ടി പറഞ്ഞു. ബട്ട് ദാറ്റ് ഗേൾ ഈസ്, അപ്പോൾ എൻ്റെ പാരൻസ്, എൻ്റെ ഇപ്പോൾ എൻ്റെ ഫാദറും മദറും. ബട്ട് ദാറ്റ് ഗേൾ ഈസ് മൈ ഓൺസ് സിസ്റ്റേഴ്സ് ഓൺലി ഡോട്ടർ. അപ്പോൾ എൻ്റെ ഓണ്ടിൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൾ. അപ്പോൾ ആരാണ്? ദാറ്റ് ഗേൾ വിൽ ബി യുവർ സിസ്റ്റർ. ആൻഡ് വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ആം ഐ റിലേറ്റഡ് ടു ദാറ്റ് ഗേൾ. അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയുടെ ആരാണ്? ഐ ആം ഹെർ ബ്രദർ. സോ ആൻസർ വിൽ ബി ബ്രദർ. സോ ദിസ് ഈസ് ഹൗ യു get to the answers by means of symbolic relation. So ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഇതായിട്ട് തോന്നുമെങ്കിലും by regular practice, by using this symbolic method, you will get to the answer very easily. So answer is brother. How am I related to the girl ആണ് ചോദിച്ചിരിക്കുന്നത്. So I am that girl's brother. So it's option D, brother will be the right answer. So hope you had understood the concept clearly. ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതൽ ഇത് ചെയ്യാം. ഓൾ യുവർ ക്വയറീസ് വിൽ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ. സോ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് യുവർ ഡൗട്ട്സ്. So thank you for now. See you in the next video.